നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. കേരള പോലീസ് സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിനായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആംഡ് പോലീസ് ബറ്റാലിയനിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികയിൽ പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ബറ്റാലിയൻ അടിസ്ഥാനത്തിലുള്ള ഈ നിയമനം മുഴുവനായിട്ടും SC/ST വിഭാഗങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ട എല്ലാ വിവരങ്ങളും, ഒഴിവുകളുടെ വിശദാംശങ്ങളും, പ്രായപരിധി നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. പിന്നെ സ്ത്രീകൾക്കും ഭിന്നശേഷിയുള്ളവർക്കും ഈ തസ്തികയ്ക്കായിട്ട് അപേക്ഷിക്കാനാവില്ല. ശമ്പള നിരക്ക് പറഞ്ഞിരിക്കുന്നത് 31,100 മുതൽ 66,800 രൂപയാണ് പ്രതിമാസം. അതേപോലെ ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ. എറണാകുളം ജില്ലയിൽ KAP 1-ാം ബറ്റാലിയനിൽ SC/STക്ക് 8 ഒഴിവുകളാണുള്ളത്. STക്ക് മാത്രം 2 ഒഴിവുകളുണ്ട്. അതേപോലെ കാസർഗോഡ് ജില്ലയില് KAP 4-ാം ബറ്റാലിയനിൽ SC/ST 2 ഒഴിവുകളുണ്ട്. STക്ക് മാത്രം 2 ഒഴിവുകൾ. അപ്പോൾ ഒരു ബറ്റാലിയൻ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. നിയമനം ലഭിച്ച ശേഷം മാറ്റം അതത് ബറ്റാലിയന്റെ ജില്ലാ ആംഡ് റിസർവിലേക്ക് മാത്രമായിരിക്കും. ബറ്റാലിയൻ അടിസ്ഥാനത്തിലുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും ഉണ്ടാവുക. പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 18 മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് 2/1/94 മുതൽ 1/1/2007 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ പരമാവധി 41 വയസ്സ് വരെ പ്രായ ഇളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് +2 പാസ്സായിരിക്കണം. അതുപോലെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം. സർക്കാർ അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, +2 പാസ്സായ കാൻഡിഡേറ്റ്സ് കുറവായാൽ +2 ഫെയിൽ ആയവരും പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദെൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ് കുറഞ്ഞത് 160 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് കുറഞ്ഞത് 76 സെന്റിമീറ്റർ. ദെൻ ഐസൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണുകളിൽ പൂർണ്ണ കാഴ്ച ഉണ്ടാകണം. വേറെ എന്താണ്, കളർ ബ്ലൈൻഡ്നസ്, സ്ക്വിന്റ്, കണ്ണുകളുടെ മറ്റ് തകരാറുകൾ എന്നിവയ്ക്ക് അയോഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, ബോലെക്സ്, പല്ലുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ഇതൊക്കെ അയോഗ്യതയ്ക്ക് കാരണമാകും. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 8 ഇനങ്ങളിൽ നിന്നും കുറഞ്ഞത് 5 ഇനങ്ങളിലെങ്കിലും നമ്മൾ വിജയിച്ചിരിക്കണം. അതായത് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, നെക്സ്റ്റ് റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, അതേപോലെ 1500 മീറ്റർ ഓട്ടം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇതിൽ കുറഞ്ഞത് 5 ഇനങ്ങളിലെങ്കിലും നമ്മൾ വിജയിച്ചിരിക്കണം. അപ്പോൾ ടെസ്റ്റിന് മുമ്പ് ശാരീരികമായിട്ടുള്ള നമ്മുടെ അളവെടുപ്പ് നടക്കും. അളവുകൾ പാലിക്കാത്തവരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ടെസ്റ്റിനിടെ അപകടം അല്ലെങ്കിൽ പരിക്ക് സംഭവിച്ചാൽ വീണ്ടും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. അതേപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് സർക്കാർ ഡോക്ടറായ അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റ് നൽകിയതായിരിക്കണം. അപ്പൊ തെരഞ്ഞെടുത്തവർക്ക് ട്രെയിനിങ് ഉണ്ടാവും. 9 മാസം പോലീസ് ട്രെയിനിങ് കോളേജിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിലോ പരിശീലനം നേടണം. ട്രെയിനിങ് സമയത്ത് സർക്കാർ നിർണയിച്ച സ്റ്റൈഫണ്ട് ലഭിക്കും. അതേപോലെ പ്രൊബേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ ചേരുന്ന ദിവസം മുതൽ 3 വർഷത്തിനുള്ളിൽ 2 വർഷമെങ്കിലും നമ്മൾ ജോലി ചെയ്തിരിക്കണം. അപ്പോൾ അപേക്ഷിക്കേണ്ട സൈറ്റ് www.keralapsc.gov.in ആണ് അപേക്ഷിക്കേണ്ട സൈറ്റ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 4 ആണ്. സോ SC/ST വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് മാത്രമായിട്ടാണ് ഈ അവസരം. അപ്പൊ യോഗ്യതയുള്ളവരെ അവസരം പാഴാക്കാതിരിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 4. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.